friends, welcome back to my YouTube channel Riya Standard Maths. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരെ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ വരെ നമ്മൾ ചെയ്തത്. ഇനി നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ ആണ്. Draw a circle and a triangle with one vertex at the center of the circle and the other two on the circle. Draw another triangle of the same area with all three vertices on the circle. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മളൊരു സർക്കിൾ വരയ്ക്കണം. ആ സർക്കിളില് ട്രയാങ്കിൾ ആണ് വരയ്ക്കുന്നത്. അവിടെ രണ്ട് ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ എങ്ങനത്തെ ട്രയാങ്കിൾ ആണ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. ഞാനിപ്പോ ഒരു ഏകദേശം സർക്കിൾ വരച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാനുള്ളത്? A triangle with one vertex at the center of the circle. ഈ സർക്കിളിന്റെ സെന്റർ പോയിന്റിലാവണം ട്രയാങ്കിളിന്റെ ഒരു വെർട്ടെക്സ് വരേണ്ടത്. ബാക്കി രണ്ട് വെർട്ടെക്സ് എവിടെ വരേണ്ടത്? ഓൺ ദ സർക്കിൾ. അതർ ടു ഓൺ ദ സർക്കിൾ. സർക്കിളിന്റെ മുകളിലാണ് വരേണ്ടത്. അപ്പൊ ഒരു വെർട്ടെക്സ് സർക്കിളിലെ സെന്ററിൽ വരും. അതർ ടൂസ് ആർ കംസ് ഇൻ ഓൺ ദ സർക്കിൾ. ഓക്കെ, ഇവിടെയാണ് രണ്ട് സർക്കിൾ. നമുക്കിത് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമുക്ക് ഇതിന്റെ നമ്മൾ ആദ്യത്തെ പറഞ്ഞ പോലെ നമ്മളൊന്ന് വരച്ചു. ഒരു വെർട്ടെക്സ് സർക്കിളിന്റെ ഉള്ളിലും അകത്ത് സെന്ററിലും, പിന്നെ ബാക്കി രണ്ട് പോയിന്റ് വെർട്ടെക്സ് എവിടെ വരുന്നത്? സർക്കിളിലുമാണ് വരുന്നത്. നമുക്ക് ഇതിന് പേര് കൊടുക്കാം. A, B, O. Okay. ഈ നെക്സ്റ്റ് മെത്തേഡ് നോക്ക്. നെക്സ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്? Draw another triangle of the same area with all three vertices on the circle. വേറൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ വേണ്ടിട്ട് സെയിം ഏരിയ ആണ്. നമ്മൾ ആദ്യം നോക്കണം. സെയിം ഏരിയ ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്താൽ മതി? ഈ ബേസിന് പാരലൽ ആയിട്ട് തേർഡ് വെർട്ടെക്സിലൂടെ എന്ത് ചെയ്താൽ മതി? പാരലൽ ആയിട്ട് വരച്ചാൽ മതി. എന്നാ ഉറപ്പാണ് അതെന്താണ്? സെയിം ഏരിയ ആണ്. എബിക്ക് പാരലൽ ആയിട്ട് വരയ്ക്കാം. O എന്ന പോയിന്റിലാണ് വരയ്ക്കേണ്ടത്. O ആണ് ഇവിടെ എന്ത് തേർഡ് വെർട്ടെക്സ് വരുന്നത്. ഓക്കെ, നമ്മൾ അങ്ങനെ വരച്ചു. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? വിത്ത് ഓൾ ത്രീ വെർട്ടിസസ് ഓൺ ദി സർക്കിൾ. സർക്കിളിന്റെ മുകളിലാവണം അതിന്റെ മൂന്ന് വെർട്ടിസസും വരുന്നത്. നമ്മളിവിടെ രണ്ട് വെർട്ടിസസ് ആണ് സർക്കിളിൽ വന്നത്. പിന്നെന്താ പറഞ്ഞത്? പക്ഷെ രണ്ടാമത്തെ ട്രയാങ്കിൾസിൽ എന്താ പറഞ്ഞത്? അതിന്റെ മൂന്ന് വെർട്ടിസസും സർക്കിളിലാവണം. അപ്പോ നമുക്ക് ഒരു വെർട്ടിസ് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കൊടുക്കാം. ഈ പോയിന്റിൽ നമുക്ക് ഒരു വെർട്ടിസ്. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ അവിടെ ABC കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇങ്ങനെ ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ട്രയാങ്കിൾ ABC. ഈ ട്രയാങ്കിൾ ABC നോക്ക്. ഇതില് മൂന്ന് വെർട്ടിസ് എവിടെ വരുന്നത്? സർക്കിളിലാണ് വരുന്നത്. അപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ തന്നാല് അത് നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. അതിന്റെ ക്വസ്റ്റ്യൻ എന്താണോ ആദ്യം പറയുന്നത് അതുപോലെ നമ്മൾ ചെയ്താൽ മതി. ജസ്റ്റ് നമ്മൾ റഫായിട്ട് നമ്മൾ ആദ്യം ചെയ്ത് നോക്കുക. ഇതെങ്ങനെയാണ് വരുന്നത് ചെയ്ത് നോക്കുക. പിന്നെ അവിടെ മെഷർമെന്റ്സ് വല്ലതും തന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ എന്ത് ചെയ്യാം? നീറ്റ് ആയിട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് തന്ന ക്വസ്റ്റ്യൻ ഡ്രോ സർക്കിൾ വരയ്ക്കാം. അതിലെന്ത് ചെയ്യാം? ആദ്യ ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ AOB ആണ്. ട്രയാങ്കിൾ AOB. ഈ AOBയിൽ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? അതിന്റെ ഒരു വെർട്ടെക്സ് സർക്കിളിന്റെ സെന്ററിലാവണം, മറ്റു രണ്ട് വെർട്ടെക്സ് സർക്കിളിന്റെ മുകളിലായിരിക്കണം. ഈ നെക്സ്റ്റ് ട്രയാങ്കിൾ എങ്ങനെ പറഞ്ഞിട്ടുള്ളത്? സെയിം ഏരിയ ആയിരിക്കണം. സെയിം ഏരിയ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ മതി? ഇതിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരച്ചാൽ മതി. ബേസിന് പാരലൽ ആയിട്ട് മൂന്നാമത്തെ വെർട്ടെക്സിലൂടെ എന്ത് ചെയ്യാൻ മതി? ഒരു പാരലൽ വരച്ചാൽ മതി. അവിടെ നമുക്കുള്ളത് ട്രയാങ്കിൾ ABC. ഇവിടെ നമ്മൾ ചെയ്ത ട്രയാങ്കിൾ ഏതാണ്? ട്രയാങ്കിൾ ABC. അതിന്റെ മൂന്ന് വെർട്ടെക്സ് എവിടെ ആയിരിക്കണം എന്ന് പറഞ്ഞ സർക്കിളിലായിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇന്നൊക്കെ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യന് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അതിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഹൗ മെനി ഡിഫറെന്റ് നോൺ കോൺക്രീറ്റ് ട്രയാങ്കിൾസ് can you draw with two sides 8 cm and 6 cm and area 12 square centimeter? What if the area is to be 24 square centimeter? അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ആ ട്രയാങ്കിൾ എങ്ങനെ ആയിരിക്കണം? ഡിഫറെന്റ് സൈഡ്സ് ആയിരിക്കണം. ഡിഫറെന്റ് നോൺ കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറെന്റ് ആണെന്ന് പറയും.
ഡിഫറെന്റ് ആയിരിക്കണം. പിന്നെ എന്താണ് അതിന്റെ രണ്ട് സൈഡ് നമുക്ക് തന്നിട്ടുണ്ട്. രണ്ട് സൈഡിൽ നമുക്ക് ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ കഴിയില്ല. പക്ഷെ നമുക്ക് ഇവിടെ ഏരിയ തന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഹൈറ്റ് ഒക്കെ കണ്ടെത്തിയിട്ട് നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാം. അപ്പോ രണ്ട് സൈഡ് ഏതൊക്കെയാണ്? 8 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും ആണ്. അതിന്റെ ഏരിയ 12 സ്ക്വയർ സെന്റിമീറ്റർ. അപ്പൊ 24 സ്ക്വയർ സെന്റിമീറ്റർ ആവുമ്പോഴും എത്ര ട്രയാങ്കിൾസ് വരയ്ക്കാൻ പറ്റും എന്നാ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ചെയ്ത് നോക്കാം. അത് ഏരിയ, ഇവിടെ ഏരിയ തന്നിട്ടുള്ളത് ഏരിയ ഈസ് ഈക്വൽ ടു 12 സ്ക്വയർ സെന്റിമീറ്റർ. ഏരിയ നമുക്ക് 12 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. പിന്നെ സൈഡ്സ് 8ഉം 6ഉം 8 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും ആണ് നമുക്ക് ഇവിടെ സൈഡ് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ട്രയാങ്കിൾ വരയ്ക്കാം. അതിന്റെ ഡിഫറെന്റ് സൈഡ്സ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ഒരു ട്രയാങ്കിൾ വരയ്ക്കണമെങ്കിൽ അതിന്റെ എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ടാവും? ഏത് സൈഡ് കിട്ടിയാലും നമുക്ക് ഒരു ട്രയാങ്കിളിന്റെ നമുക്ക് ഏരിയയും തന്നിട്ടുണ്ട്, ഹൈറ്റും തന്നിട്ടുണ്ട്, ബേസും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ട്രയാങ്കിൾ വരയ്ക്കാൻ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വരയ്ക്കാം. അല്ലെങ്കിൽ വെറും ബേസും ഹൈറ്റും തന്നെ നമുക്ക് തന്നാൽ നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാം. പക്ഷെ ഇവിടെ തന്നത് എങ്ങനെയാണ്? സൈഡ്സുകളാണ് തന്നിട്ടുള്ളത്. ഇതിന്റെ ഒരു ബേസ് നമുക്ക് എടുക്കാം, പിന്നെ ഒരു സൈഡ് എടുക്കാം. പക്ഷെ നമുക്ക് ഇതിന്റെ ഹൈറ്റ് ഇല്ല. അപ്പൊ ഹൈറ്റ് നമ്മൾ ആദ്യം കണ്ടെടുക്കണം. ഹൈറ്റ് കണ്ടെടുക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഏരിയ 12 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. നമുക്കൊരു ട്രയാങ്കിളിന്റെ ഏരിയ എന്താണ്? ഹാഫ് BH ആണ്. ഓക്കെ, ഹാഫ് BH ഈസ് ഈക്വൽ ടു 12. ഓക്കെ, മനസ്സിലായില്ലേ? ഹാഫ് BH ആണ് 12. അപ്പൊ നമുക്ക് ഇനി ഈ B എന്ന സ്ഥാനത്ത് നമുക്ക് ആദ്യം 8 എടുത്ത് നോക്കാം. ആദ്യം നമ്മൾ ഒരു സൈഡ് ബേസ് 8 ആയിട്ട് എടുക്കണം. ബേസ് 8 ആയിട്ടാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അതിന്റെ മറ്റേ സൈഡ് എന്തായാലും 6 തന്നെ ആയിരിക്കണം എന്താ പറയുക, 6 തന്നെ ആയിരിക്കണം അതിന്റെ മറ്റേ സൈഡ് കൊടുക്കുന്നത്. അപ്പോ നമ്മള് B എന്താണ്? 8 എടുക്കും. ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു H 12. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഹാഫ് ഇൻറ്റു 8. 8ന്റെ ഹാഫ് എന്താ? 4. 4H ഈസ് ഈക്വൽ ടു 12. ഇനി H കാണണം. എത്ര 4 പോവും? 6 അല്ല, 12 എത്ര 4 പോവും? 4 × 3. അപ്പോ നമുക്ക് കിട്ടിയ ഹൈറ്റ് കിട്ടി. ഇവിടെ ഏതാണ് ഹൈറ്റ് കിട്ടിയത്? 3 ഹൈറ്റ് കിട്ടി. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഹാഫ് ഇൻറ്റു 8ന്റെ H എത്രയാണ്? ബേസ് ആയിട്ട് നമ്മള് 8 എടുത്തു. മറ്റേ സൈഡ് എന്തായാലും 6 ആയിരിക്കും. പക്ഷെ നമുക്ക് ആ സൈഡ് കിട്ടിയിട്ട് കാര്യമില്ല, നമുക്ക് ഹൈറ്റ് ആണ് കിട്ടേണ്ടത്. അപ്പോ H കാണാൻ വേണ്ടിട്ട് 4H ഈസ് ഈക്വൽ ടു 12 ആണ്. H അപ്പൊ അതിന്റെ H എന്താണ്? ഈ 4 ഇങ്ങോട്ട് പോകും, അപ്പൊ ഡിവൈഡ് ആവും. 12/4 ഈസ് ഈക്വൽ ടു 3. ഇനി നമുക്ക് ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇനി ആ ട്രയാങ്കിൾ ആദ്യം വരച്ചു നോക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം 8 സെന്റിമീറ്റർ ബേസ് ആയിട്ട് നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കാം. ഞാനിവിടെ 8 സെന്റിമീറ്റർ എടുത്തു. ഇനി 3 സെന്റിമീറ്റർ ആണ് ഹൈറ്റ്. നമ്മൾ കണ്ടെത്തി 3 സെന്റിമീറ്റർ. 3 സെന്റിമീറ്റർ ഹൈറ്റ് എടുക്കാം. അതിനുശേഷം ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് സെയിം അല്ല, നമുക്ക് അതിന്റെ സൈഡ് വരയ്ക്കണം. ഇവിടെ തന്നിട്ട് നോക്കാം. 2 sides and 6 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം എന്ത് ചെയ്യണം? ഈ നമ്മുടെ ലെറ്റർ ഡിനോട്ട് ചെയ്യാണ് AB. ABക്ക് പാരലായിട്ട് ഈ പോയിന്റിലൂടെ എന്ത് ചെയ്യണം? വരയ്ക്കണം. ആദ്യം നമ്മളൊന്ന് വരച്ചു കൊടുക്കുക. ഒരു മിനിറ്റ് പറഞ്ഞു, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇപ്പൊ ഇവിടെ 3 സെന്റിമീറ്റർ. ഓക്കെ, അത് മനസ്സിലായില്ലേ? 3 സെന്റിമീറ്റർ അങ്ങനെ കിട്ടിയത്. നമ്മൾ AB എന്ന ലൈന് വരച്ചു. അതിന് 8 സെന്റിമീറ്റർ നമ്മൾ ബേസ് ആയിട്ട് ഇവിടെ എടുത്തു. 8 സെന്റിമീറ്റർ. പിന്നെ 3 സെന്റിമീറ്റർ നമ്മളിവിടെ കണ്ടെത്തി. ഇതൊക്കെ പ്രൂവ് ചെയ്തിട്ട് നമ്മൾ കണ്ടെത്തി. ഇനി നമുക്ക് 6 സെന്റിമീറ്റർ എന്ത് വരയ്ക്കണം? സൈഡ് വരക്കണം. സൈഡ് വരക്കാൻ എന്ത് ചെയ്യണം? കോമ്പസിൽ 6 സെന്റിമീറ്റർ നമ്മൾ എടുക്കുക. എന്നിട്ട് അതിനുശേഷം A എന്ന പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യാം? A എന്ന പോയിന്റ് ഒന്നും കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ഏത് പോയിന്റ് എടുത്താലും കുഴപ്പമില്ല. B എന്ന് വേണമെങ്കിൽ എടുക്കാം. ഏത് പോയിന്റ് നമുക്ക് ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ് എന്നൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ല. ഞാനിവിടെ A എന്ന പോയിന്റിന് എടുക്കാണ്. A എന്ന പോയിന്റ് എന്ത് ചെയ്യാം? കോമ്പസിൽ 6 സെന്റിമീറ്റർ എടുക്കാം. ആർക്ക് വരയ്ക്കാം. ഓക്കെ, ഇവിടെയാണ് ഏകദേശം കിട്ടുന്നെങ്കിൽ ആർക്ക് വരയ്ക്കുക? ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്താ, ഞാൻ ജോയിൻ ചെയ്ത് കൊടുത്തു. AB ഇവിടെ C എന്നും
പുറത്തിറക്കിയത് എ ബി 8 സെന്റിമീറ്റർ. പിന്നെ എയുടെ നമുക്ക് ഹൈറ്റ് കണ്ടെത്തി 3 സെന്റിമീറ്റർ. പിന്നെ നമുക്ക് വരണം സി ആണ്. അപ്പൊ ഏതാണ് എ ടു സി = 6 സെന്റിമീറ്റർ. എ ടു സി = 6 സെന്റിമീറ്റർ. ഓക്കെ, ഇപ്പൊ മനസ്സിലായില്ലേ? എ ടു സി എന്താണ്? 6 സെന്റിമീറ്റർ. ഇനി നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ 8 സെന്റിമീറ്റർ ബേസ് ആയിട്ടും 6 മറ്റേന്റെ സൈഡ് ആയിട്ടും എടുത്തു. ഇനി 6 സെന്റിമീറ്റർ ഉണ്ടോ? അപ്പൊ 6 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് മെത്തേഡ് ചെയ്യണം. 8 എന്നുള്ളടത്ത് എന്ത് ചെയ്താൽ മതി? 6 ആക്കും. ഇവിടെ ചെയ്ത് കാണിച്ചുതരാം. 7 12 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. അടുത്ത സൈഡ് നമ്മൾ എടുക്കാൻ പോകുന്നത് 6. So half BH is equal to 12. Half into 6 into h is equal to 12. 6 into half and 3. 3h is equal to 12. h is equal to 12 divided by 3 is equal to 4. അപ്പോൾ 6 നമുക്ക് കിട്ടിയത് 4 ആണ്. അപ്പോൾ 3h നമ്മളങ്ങനെ പോകുന്നത് ഇവിടെ 3 അങ്ങനെ ചോദിച്ചാൽ 3 ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ 12/3 ആവും. 4 കിട്ടും. അപ്പൊ 6 നമ്മൾ ബേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 12 സ്ക്വയർ സെന്റിമീറ്റർ ഏരിയ ആയിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? അതിന്റെ ഹൈറ്റ് 4 ആയി. നെക്സ്റ്റ് നമുക്ക് നോക്കാം. 6 സെന്റിമീറ്റർ ആണല്ലോ ബേസ് അല്ലേ? 6 സെന്റിമീറ്റർ ആണ് ബേസ്. 6 സെന്റിമീറ്റർ ബേസ്. ഇനി 4 സെന്റിമീറ്റർ ആണ് ഹൈറ്റ്. ഇതെന്താണ്? 4 സെന്റിമീറ്റർ ആണ് ഇവിടെ ഹൈറ്റ്. ഓക്കെ, 4 സെന്റിമീറ്റർ ആണ് ഹൈറ്റ്. ഇനി 4 സെന്റിമീറ്റർ ഹൈറ്റ്. 4 സെന്റിമീറ്റർ ഹൈറ്റ്. ഇനി എന്താ ചെയ്യേണ്ടത്? മറ്റൊരു സൈഡ് വരയ്ക്കണമെങ്കിൽ അതിന് പാരലൽ ആയിട്ട് വരയ്ക്കണല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എബിക്ക് പാരലൽ ആയിട്ട് ഇതിലൂടെ ഒരു ലൈൻ വരയ്ക്കാം. ഇനി എന്ത് ചെയ്യാം? കോമ്പസിൽ 8 സെന്റിമീറ്റർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം? എ എന്ന പോയിന്റ് അല്ലെങ്കിൽ ബി എന്ന പോയിന്റ് ആർക്ക് വരയ്ക്കും? എ എന്ന പോയിന്റ് ആക്കി വരയ്ക്കാന് എ എന്ന പോയിന്റ് നമ്മൾ എന്ത് ചെയ്യാം? ഒരു ആർക്ക് വരയ്ക്കാം. 8 സെന്റിമീറ്റർ കേട്ടോ. സൈഡ് അപ്പോ 8 സെന്റിമീറ്റർ. സി എന്ന അപ്പോ ഓക്കെ ആയി. അപ്പോ എ ബി 6 സെന്റിമീറ്റർ, ഹൈറ്റ് 4 സെന്റിമീറ്റർ, പിന്നെ അതിന്റെ മറ്റേ സൈഡ് കിട്ടി 8 സെന്റിമീറ്റർ കിട്ടി. ഇനി നെക്സ്റ്റ് അപ്പൊ നെക്സ്റ്റ് ഈ 4th സബ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഇഫ് ദ ഏരിയ ഇസ് ടു ബി 24 സ്ക്വയർ സെന്റിമീറ്റർ? 24 സ്ക്വയർ നമ്മൾ ആദ്യം എടുത്തായിരുന്നു 12 സ്ക്വയർ സെന്റിമീറ്റർ ആയിരുന്നു. ഇപ്പൊ 24 സ്ക്വയർ സെന്റിമീറ്റർ ആവുമ്പോ എങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്? അത്ര ട്രയാങ്കിൾസ് എടുക്കാം. അപ്പൊ നമ്മൾ മറ്റേ ട്രയാങ്കിൾസ് നമ്മൾ വരച്ചു 2 ട്രയാങ്കിൾസ് ആണ്. 2 ട്രയാങ്കിൾസ് ആണ് നമ്മൾ മറ്റേ വരച്ചത്. ഈ 24 സ്ക്വയർ സെന്റിമീറ്റർ നമുക്ക് എത്ര ട്രയാങ്കിൾ വരയ്ക്കാൻ പോകാം? അപ്പൊ ആദ്യം നമുക്ക് 8 സെന്റിമീറ്റർ ആദ്യം എടുക്കാം. half dx is equal to 24 half into 8 into h is equal to 24. 8 ന്റെ പകുതി 4. 4h is equal to 24. നെക്സ്റ്റ് എന്താണ്? h കാണണല്ലേ? h is equal to 24 divided by 4 is equal to എത്ര? 24 ന് 4 എത്ര? 24 divided by 4. 24 ൽ എത്ര 4 ഉണ്ട്? 8 അല്ല, 24 3 ആണല്ലോ. 24 ൽ 4 എത്ര പോകും? 6. 6 into 4 ആണ്. അപ്പൊ നമ്മളിവിടെ 8 ബേസ് ആയിട്ട് എടുത്തപ്പോ 6 ആണ് കിട്ടിയത്. പക്ഷെ 6ന്റെ അല്ലേ ഇവിടെ സൈഡും വരുന്നത്? നോക്കാം. ഇനി മറ്റോടെ നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് 2 ഒപ്പട് വരച്ചാൽ. അപ്പൊ നെക്സ്റ്റ് ഇതന്നെ നമ്മള് ഇവിടെ 8-നോടത്ത് 6 എടുക്കണം. ഓക്കെ, half into 6 into h is equal to 24. 6 ന്റെ പകുതി എത്ര? 3. h is equal to 24. h is equal to 24 divided by 3.
ഈക്വൽ ടു 8. അപ്പൊ അവിടെ 6 എടുത്തപ്പോ നമുക്ക് 8 കിട്ടിയത്. നമുക്ക് നേരത്തെ തന്നെ ശരിക്കും നമുക്ക് എന്താ ചെയ്യേണ്ടത്? സൈഡ്സ് എന്താണ്? 6ഉം 8ഉം ആണ്. ഇവിടെ 8 ബേസ് എടുത്തപ്പോ ഇതിന്റെ മറ്റേ സൈഡ് എന്തായി? ഹൈറ്റ് 6 ആയി. അപ്പോ നമുക്ക് സൈഡ് എന്താ നമുക്ക് പറഞ്ഞിട്ടുള്ളത്? 6 തന്നെയാണല്ലോ. 8 ബേസ് എടുക്കുകയാണെങ്കിൽ 8യുടെ ബേസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഈ സൈഡും എന്തായിരിക്കും? 6 ആയിരിക്കും. ഹൈറ്റ് ഉള്ളല്ലോ നമ്മള് മറ്റീരിയൽ ചേഞ്ച് ചെയ്തെന്നുള്ളൂ. അപ്പൊ മറ്റീരിയൽ നമ്മള് 6 ചെയ്തപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. 6 നമുക്ക് 4 എന്ന് കിട്ടിയത് ഹൈറ്റ് ആയിട്ട് കിട്ടിയത്. പക്ഷെ ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? 8 ആയിട്ട്. നമുക്ക് നോക്കാം ഇങ്ങനെ ആയിരുന്നു. നെക്സ്റ്റ് നമുക്ക് ആദ്യം 8 ചെയ്ത് നോക്കാം. ആദ്യം 8 സെന്റിമീറ്റർ എ ബി 8 സെന്റിമീറ്റർ എടുത്തു. ഇനി നമുക്ക് ഹൈറ്റ് എത്ര വന്നിട്ടുള്ളത്? 6 സെന്റിമീറ്റർ ഹൈറ്റ് എടുത്തു. സി എന്നൊരു നോട്ടില് രണ്ടിന് എന്താ നമുക്ക് ഇവിടെ വരക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ഇവിടെ നമുക്ക് ഓൾറെഡി കിട്ടി, സൈഡ് കിട്ടിയിട്ടുണ്ട്. ഇനിയാണെങ്കിൽ ഇനി നമുക്കിനി വരക്കാൻ പറ്റില്ല. ഇതിന്റെ സൈഡ് തന്നെയാണ് എവിടെയും വന്നിട്ടുള്ളത്. ഇത് നമ്മള് പറഞ്ഞു 8 സെന്റിമീറ്റർ നമ്മള് ബേസ് ആയിട്ട് എടുക്കുമ്പോ അതിന്റെ സൈഡ് എന്തായിരിക്കണം? ഒരു സൈഡ് 6 സെന്റിമീറ്റർ ആവണം. പക്ഷേ ഇവിടെ ഹൈറ്റ് വന്നത് എന്താണ്? 6 സെന്റിമീറ്റർ ആണ്. അതുകൊണ്ട് നമുക്ക് ഇനി ഇവിടെ 6 സെന്റിമീറ്റർ ആവും ഇല്ലല്ലോ. 6നേക്കാളും കൂടുതലാണ് നമുക്ക് ഇവിടേക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ 6 സെന്റിമീറ്റർ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് നമുക്ക് കിട്ടിയത് അല്ലേ? ഇനി നമുക്ക് ഇത് മറ്റേ ഇനി നമ്മൾ ആദ്യം ബേസ് 6 ആയിട്ട് എടുക്കുമ്പോ അതും ഇതേപോലെ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം? 24 സ്ക്വയർ സെന്റിമീറ്റർ 8 സൈഡും 8ഉം 6ഉം സൈഡ് വരുമ്പോ 2 ട്രയാംഗിൾസ് ആക്കാം. പക്ഷേ നമുക്ക് നോക്കി നോക്കാം എങ്ങനെ വരികയാണ്. സെന്റിമീറ്റർ ബേസ് എടുത്തു. ഈ ഹൈറ്റ് എത്രയാണ്? 8 സെന്റിമീറ്റർ. ഹൈറ്റും 8 സെന്റിമീറ്റർ. ഇങ്ങോട്ട് വരച്ചാലും നമുക്ക് ഇങ്ങോട്ട് എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? മെഷർമെന്റ്സ് കൂടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ലൈൻ വരച്ചെടുക്കാം. ഇപ്പൊ എന്തായി? ഇത് രണ്ടും ഒരുപോലെ. കാരണം ആദ്യം എടുത്തതും 8 സെന്റിമീറ്റർ ബേസ് ആയിട്ട് എടുത്തതും ഇതെടുത്തതും എന്തായി? സെയിം ആണ്. നമുക്ക് 24 സ്ക്വയർ സെന്റിമീറ്ററിൽ 8ഉം 6ഉം സൈഡ് തന്നാൽ നമുക്ക് 2 ട്രയാംഗിൾ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ഇത് കൂട്ടില്ല. കാരണം എന്താ? ഒരേ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് നമുക്ക് കിട്ടിയത്. അമ്മോട് എന്താ ചോദിച്ചു? നമുക്ക് എത്ര ട്രയാംഗിൾ വരയ്ക്കാൻ പറ്റും? ഒരേപോലെ പറ്റില്ല. നോട്ട് കോൺക്രീറ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരേപോലെ പറ്റില്ല, വേറെ തരാണ്, ഡിഫറെന്റ് ആയിരിക്കണം. അപ്പൊ ഡിഫറെന്റ് ആവാൻ പറ്റില്ല. ഇവിടെ 8 സെന്റിമീറ്റർ ആയിട്ട് 24 എടുത്തപ്പോ 6 സെന്റിമീറ്റർ ആയപ്പോ നമുക്ക് ഒരു ട്രയാംഗിൾ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയത് എത്രയുള്ള ട്രയാംഗിൾ? ഓൺലി 1 ട്രയാംഗിൾ. ബട്ട് നമ്മൾ 12 സ്ക്വയർ സെന്റിമീറ്റർ ചെയ്തപ്പോ നമുക്ക് എത്ര ട്രയാംഗിൾ കിട്ടി? 2 ട്രയാംഗിൾസ് കിട്ടി. ഇവിടെ നമ്മൾ 24 എടുത്തപ്പോ നമുക്ക് 1 കിട്ടിയിട്ടുള്ളൂ. കാരണം എന്താ? സെയിം ട്രയാംഗിൾസ് ആയിട്ടാണ് സൈഡ്സ് വന്നത്. ഓക്കെ. അപ്പൊ ഈ നെക്സ്റ്റ് നമ്മുടെ 5th ക്വസ്റ്റ്യൻ ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നതാണ്. ഇതിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.